ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫുഡ് ഡയറി. ഇന്ന് നമുക്ക് കസ്റ്റർഡ് പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. ആദ്യമായി ഇതുപോലെ ഒരു മിക്സി ഡ്രൈ ആയിട്ട് നല്ലതുപോലെ ഒരു അല്പം പോലും വെള്ളമയമില്ലാതെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് മറ്റൊരു മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് പാൽപ്പൊടി എടുക്കേണ്ടത്. അതോടൊപ്പം അതേ അളവ്, അതായത് 1/4 കപ്പ് കോൺഫ്ലവറൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര പൊടിയും ഇതോടൊപ്പം ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിൽ നിന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കളർ ഉപയോഗിക്കുന്നില്ല. കളർ ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരല്പം കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്കിതിനകത്ത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിനകത്ത് എസൻസ് ചേർക്കുന്നില്ല. ഓൾറെഡി എൻ്റെ പഞ്ചസാരയ്ക്കകത്ത് വാനിലയുടെ ഫ്ലേവർ ഉള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് എസൻസ് ചേർക്കാത്ത. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് 2 ഡ്രോപ്പ് വാനില എസൻസോ ഏത് ഫ്ലേവറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മിക്സ് ഉപയോഗിച്ച് ഒരു ഫ്രൂട്ട് സലാഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ഇതേ മിക്സ് വെച്ച് തന്നെ ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡാണിത്. ഇതിന് കളറൊന്നും ചേർത്തിട്ടില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇതൊരു ക്രീമി കളറിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. ബൈ.